CPM ഇതിന് മറുപടി പറയേണ്ടി വരും. CPMന്റെ പ്രധാനപ്പെട്ട കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട 6 നേതാക്കൾ ഉൾപ്പെടെ 14 പ്രവർത്തകർക്കെതിരെയാണ് 14 പ്രതികൾക്കെതിരെയാണ് കോടതി ശിക്ഷ വിധിച്ചത്. അതിൽ 10 പേർക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ, മറ്റ് 4 പേർക്ക് അതായത് ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ മറ്റ് 4 പേർക്ക് 5 വർഷവുമാണ് തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. KV ബൈജു കാസർഗോഡ് നിന്ന് കല്യാട്ട് നിന്ന് ചേരുന്നുണ്ട്. ബൈജു, ഏറെ വൈകാരികമായിട്ടുള്ള കാഴ്ചകളായിരുന്നു അവിടെ നിന്നും ഈ സ്മൃതി മണ്ഡപത്തിൽ നിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ബന്ധുക്കളും കോൺഗ്രസ് പ്രവർത്തകരും അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരും ഈ വിധി കേട്ടത്. അത്തരം വളരെ വൈകാരികമായിട്ടുള്ള കാഴ്ച എന്തായിരുന്നു ഈ വിധി വന്ന ശേഷം ബന്ധുക്കളുടെയും പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരുടെയും പ്രതികരണം? ബൈജു, ടോമെ, രാവിലെ മുതൽ തന്നെ ഈ കുടുംബാംഗങ്ങൾ ഈ സ്മൃതി മണ്ഡപത്തിലെത്തിയിരുന്നു. വളരെ വൈകാരികമായ രംഗങ്ങൾക്കാണ് ഈ വിധി വന്നതിന് ശേഷം ഈ സ്മൃതി മണ്ഡപം സാക്ഷ്യം വഹിച്ചത്. കൃപേഷിന്റെ അമ്മ ബാലാമണി അവർ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ഇവരുടെ ബന്ധുക്കൾ, ശരത് ലാലിന്റെയും അതുപോലെ തന്നെ ബന്ധുക്കൾ ആ സ്മൃതി കുടീരത്തിൽ ആ മൃതദേഹം കിടക്കുന്ന ആ ഭാഗത്ത് കെട്ടിപ്പിടിച്ച് കരയുന്ന, അലമുറയിടുന്ന ഒരു കാഴ്ചയായിരുന്നു. അത്തരത്തിൽ വളരെ വൈകാരികമായ രംഗങ്ങൾ തന്നെയായിരുന്നു പെരിയയിലുണ്ടായിരുന്നത്. നമുക്കറിയാം, 6 വർഷത്തോളം എടുക്കുന്നു ഒരു നീണ്ട നിയമ പോരാട്ടം. അതിനിടയിൽ വലിയ തോതിലുള്ള പല പ്രതിസന്ധികളും, ഇതിനെല്ലാം ഒടുവിൽ വരുന്നൊരു വിധിയാണ്. ആ വിധിയിൽ ഇത്തരത്തിൽ ഈ 14 പേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയപ്പോൾ തന്നെ നമ്മൾ അന്ന് കണ്ടതാണ്. അപ്പോൾ ഈ ഒരു വിധി കൂടി വന്നപ്പോൾ അത് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ പ്രവർത്തകരും ഒപ്പം കരയുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ മുദ്രാവാക്യം വിളികളും കൃപേഷിനെയും ശരത് ലാലിനെയും അവരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന വിളികളും, അത്തരത്തിൽ വൈകാരികമായ രംഗം തന്നെയായിരുന്നു ഇവിടെ നിന്നും സ്മൃതി മണ്ഡപത്തിൽ നിന്നും കാണാൻ സാധിച്ചത്. എന്തായാലും ഈ വിധി തൃപ്തികരമാണെന്ന് പറയുമ്പോഴും ഇതിൽ 10 പേരെ കുറ്റക്കാരല്ല എന്ന് കണ്ട് വെറുതെ വിട്ടിരുന്നു. അവരും ഈ കൊലപാതകത്തിൽ പങ്കെടുത്തവരാണ്, അതിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരാണ്. അവരെ വീണ്ടും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അപ്പീലുമായി പോകാൻ തന്നെയാണ് ഇപ്പോൾ കുടുംബം തീരുമാനത്തിലുള്ളത്. എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP രാവിലെ തന്നെ സ്മൃതി മണ്ഡപത്തിൽ എത്തിയിരുന്നു. അതോടൊപ്പം കൃപേഷിന്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃപേഷിന്റെ അമ്മ ബാലാമണി, അതോടൊപ്പം ശരത് ലാലിന്റെ അച്ഛൻ സത്യനാരായണൻ, ഇത്തരത്തിൽ കുടുംബം ആ ഒരു സ്മൃതി മണ്ഡപത്തിൽ വലിയ കാത്തിരിപ്പായിരുന്നു. 11 മണിക്ക് 11:00 കൂടി വിധി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഒരു കാത്തിരിപ്പിൽ 12:15 വിധി വരും എന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായി. പിന്നീട് ആ ഒരു സമയം വരെ ആ വലിയ ആകാംക്ഷയോടുള്ള കാത്തിരിപ്പായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഈ ഇരട്ട ജീവപര്യന്തം എന്ന ആ ശിക്ഷ. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു. കാരണം KV കുഞ്ഞിരാമൻ നിലവിൽ ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ പ്രസിഡന്റാണ്. അതോടൊപ്പം ഇതിൽ ഇപ്പോൾ 5 വർഷം ശിക്ഷിക്കപ്പെട്ട K മണികണ്ഠൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇവരുടെ സ്ഥാനം നഷ്ടപ്പെടും. അതോടൊപ്പം ഈ 5 വർഷം ശിക്ഷ എന്നത് ജയിലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ. അത്തരത്തിൽ CPMനെ സംബന്ധിച്ചിടത്തോളം കടുത്ത പ്രതിരോധത്തിലായിരിക്കുന്നു. നമുക്കറിയാം, ഈ കുറ്റക്കാരാണെന്ന വിധി വന്നപ്പോൾ തന്നെ വലിയ തോതിൽ സൈബർ ആക്രമണമൊക്കെ ഈ കുടുംബങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്നു. അതായത് പീതാംബരൻ തെറ്റുകാരനല്ല എന്നും ശരത് ലാലിനെയും കൃപേഷിനെയും അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ വലിയ തോതിൽ സൈബർ ആക്രമണം ഉണ്ടായത്. ഇതിൽ ഇപ്പോൾ കുടുംബം SP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്. പോലീസാകട്ടെ ഇത് കലക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. അതിലൊരു നടപടി ഉടൻ ഉണ്ടാകുമെന്നാണ് പോലീസ് പറഞ്ഞത്. അത്തരത്തിൽ ഒരു വലിയ തോതിലുള്ള ഒരു പ്രയാസം നേരിടുന്ന സമയത്ത് വന്ന ഒരു വിധിയാണ്. ആ വിധി ഇവർ സ്വാഗതം ചെയ്യുന്നു. വിധി തൃപ്തികരമാണെന്ന് പറയുന്നു. പൂർണ്ണ തൃപ്തിയില്ലെങ്കിലും ഇത്തരത്തിൽ ഇരട്ട ജീവപര്യന്തവും മറ്റ് നേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ CBI അന്വേഷണം വന്നതിന് ശേഷം പ്രതി ചേർക്കപ്പെട്ട ഈ നേതാക്കൾക്കെതിരെ 5 വർഷം തടവിന് ശിക്ഷിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായതുകൊണ്ട് തന്നെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ആശ്വാസമാണ്. അപ്പോഴും അവർ നിയമ പോരാട്ടം വീണ്ടും തുടരുന്നു. അത് നിയമ പോരാട്ടം തുടരുന്ന എന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുള്ളത്. ഏതായാലും പ്രതിഭാഗവും ഇതിൽ അപ്പീലുമായി മുന്നോട്ട് പോകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പെരിയ ഇരട്ട കൊലപാതക കേസിലൊരു വിധി ഉണ്ടാകുമ്പോഴും അതിന്റെ നിയമ പോരാട്ടം അവസാനിക്കുന്നില്ല. അതൊരു പക്ഷേ ഹൈക്കോടതിയും കടന്ന് സുപ്രീം കോടതി വരെ നീണ്ടു പോയേക്കാം. അത്തരത്തിലുള്ള വാക്കുകൾ തന്നെയാണ് ഇന്ന് നേതാക്കളുടെ ഭാഗത്തും ഒക്കെ ഉണ്ടായത്. എന്തായാലും എല്ലാവരും ഇപ്പോൾ സ്മൃതി മണ്ഡപത്തിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ട്. അവരവരുടെ വീടുകളിലേക്ക്, സത്യനാരായണൻ ഉൾപ്പെടെ കൃപേഷിന്റെ അമ്മ ഉൾപ്പെടെ അവരുടെ വീടുകളിലേക്ക് പോയി. കാരണം അവർ അത്രത്തോളം കരഞ്ഞു തളരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പുഷ്പങ്ങൾ ആ സ്മൃതി മണ്ഡപത്തിൽ
ഇവരുടെ ഇവിടെ പുഷ്പങ്ങൾ അർപ്പിക്കുന്നതും അതുപോലെ തന്നെ ഇതിന് അലമുറി ഇടുന്ന കരയുന്ന ആ രംഗങ്ങളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും അതെല്ലാം അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഇനി ഇതിന്റെ തുടർ നിയമ പോരാട്ടങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളും ഒപ്പം KC വേണുഗോപാൽ നാളെ ജില്ലയിലെത്തുന്നുണ്ട്. ഇവരുടെ വീട് സന്ദർശിക്കുന്നുണ്ട്. കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ, കുടുംബത്തിനെ കാണാൻ വേണ്ടി KC വേണുഗോപാൽ നാളെ ഈ കുടുംബം വരുന്നുണ്ട്. എന്തായാലും ഈ നിയമ പോരാട്ടം ഇനിയും തുടരും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിലും പറയാനുള്ളത്. 2019 ഫെബ്രുവരി 17 ആ ദിവസം, ആ 7:45 എന്ന് പറയുന്ന ദിവസം 2 പേർ കൊല്ലപ്പെട്ടെന്ന വാർത്ത അറിഞ്ഞാണ് ഞാൻ ഉൾപ്പെടെ ഇവിടെ മാധ്യമം റിപ്പോർട്ട് ചെയ്യാനെത്തിയത്. ആ സമയത്ത് ആ ഒരു കാഴ്ച ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു. അത്രത്തോളം വലിയ ക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു. മോട്ടോർ ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അതിൽ കൃപേഷ് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ വഴിയിൽ കിടന്ന് മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 2 പേർ ആ ഒരു ദിവസം തന്നെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് അങ്ങോട്ട് വലിയ തോതിൽ സംഘർഷം ഉണ്ടായ ഒരു പ്രദേശം. നേരത്തെ ഒരുപാട് CPM പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. CPM നേരെ കടകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. തിരിച്ചതുപോലെ വലിയ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് വേദിയായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ പെരിയ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ. ഈ ഒരു വിധിയുടെ പശ്ചാത്തലത്തില് കനത്ത പോലീസ് കാവൽ ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടല്ലോ. ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ ബൈജു സൂചിപ്പിച്ചതുപോലെ ഈ പ്രതികൾ ഇവർ കുറ്റക്കാരെന്ന് വിധിച്ച ശേഷം CPMന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നിരുന്നു. മാത്രമല്ല എറണാകുളം CPMന്റെ ജില്ലാ സെക്രട്ടറി CN മോഹനൻ പറഞ്ഞത് ഇവർ പാർട്ടി പ്രവർത്തകർ തന്നെയാണ്, ഇവരെ പാർട്ടി നേതാക്കളെ തള്ളിപ്പറയില്ല, ഒരു കാരണവശാലും തള്ളിപ്പറയില്ല, അപ്പീൽ നൽകുമെന്ന് പറയുന്നു. പ്രതിഭാഗത്തിന്റെ നിലപാട് തന്നെയാണ്. ഈ വിധിക്ക് ശേഷം, ശിക്ഷാവിധിക്ക് ശേഷം CPMന്റെ പ്രതികരണം, കാസർഗോഡ് ജില്ലയിലെ CPM നേതാക്കളുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? പോലീസിന്റെ കനത്ത സുരക്ഷയിൽ തന്നെയാണോ ഈ പെരിയ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ? ഈ കാര്യത്തിൽ CPM നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഈ ശിക്ഷ ഇത് ഏറ്റവും അവസാനത്തെ ശിക്ഷയല്ല, അത് ഇനി തുടർ പോരാട്ടങ്ങളിലേക്ക്, നിയമ നടപടിയിലേക്ക് പോകുമെന്ന് CPM നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് KB കുഞ്ഞിരാമൻ മുൻ MLA ഉൾപ്പെടെ K മണികണ്ഠൻ ഉൾപ്പെടെയുള്ളവരെ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏതെങ്കിലും തരത്തിൽ ഇതിൽ കുറ്റക്കാരല്ല എന്ന തരത്തിൽ തന്നെയാണ് ഇവർ നിലപാടെടുത്തത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം 2 or 3 വർഷം മാത്രം ശിക്ഷിക്കപ്പെടുമെന്നായിരുന്നു അവർ കരുതിയിരുന്നെങ്കിൽ 5 വർഷത്തെ തടവാണ് ഇപ്പോൾ ശിക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവരുടെ സ്ഥാനമാനങ്ങളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അത് CPM ഇനി ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഈ വിധി പകർപ്പ് മുഴുവനായി കിട്ടിയതിന് ശേഷം ഇത് സംബന്ധിച്ച് പ്രതികരിക്കാമെന്നാണ് CPM ജില്ലാ സെക്രട്ടറി MP ബാലകൃഷ്ണൻ മാസ്റ്റർ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ആ കാര്യത്തിൽ ഈ 1 മുതൽ 7 വരെയുള്ള പ്രതികളെ കാര്യത്തിലല്ല, അതിനുശേഷം CBI വന്നതിന് ശേഷം ഇത്തരത്തിൽ അറസ്റ്റായവരെ കുറിച്ചാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുള്ളത്. അത് സജീവമായി CPMന്റെ മുഖം എന്ന് പറയാവുന്ന സജീവമായി CPMൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. നമുക്കറിയാം KB കുഞ്ഞിരാമൻ മുൻ MLA നല്ലൊരു സംഘാടകനും CPMന്റെ കരുത്തനായ പോരാളിയും കൂടിയാണ്. ഒരു പക്ഷേ അടുത്ത ജില്ലാ സെക്രട്ടറി സ്ഥാനം വരെ ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ K മണികണ്ഠൻ ഇനി അടുത്ത് ഉദുമയിൽ നിയമസഭാ മത്സരത്തിൽ സീറ്റിൽ മത്സരിക്കേണ്ട ഒരു അത്രത്തോളം സാധ്യതയുള്ളവരായിരുന്നു. അവർക്കാണ് ഇത്തരത്തിൽ വലിയൊരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും അവർക്ക് വേണ്ടി CPM ഏതറ്റം വരെയും പോകും എന്ന നേരത്തെ തന്നെ സൂചനകൾ നൽകിയിരുന്നു. ആ രീതിയിൽ തന്നെ CPM പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഏതായാലും വിധി പകർപ്പ് കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും ഇതിലൊരു പ്രതികരണം ഉണ്ടാവുക. അത്തരത്തിലാണ് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. ടോം, KV ബൈജു ആണ് വിവരങ്ങൾ നൽകുന്നത്. ബൈജു, എന്തായാലും CPMന്റെ നിലപാടാണ്, പ്രതിഭാഗത്തിന്റെ നിലപാടാണ്, അപ്പീൽ നൽകാനുള്ള നീക്കത്തിലേക്ക് പോകുന്നു. KC വേണുഗോപാൽ AICC കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നാളെ അവിടെ എത്തുന്നുണ്ട്, കാസർഗോഡ് ജില്ലയിൽ എത്തുന്നുണ്ട്. ഈ പെരിയയില് ഈ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും വീട്ടിലെത്തിയ കുടുംബാംഗങ്ങളെ കാണുന്നുണ്ട്. നവമി ദിനേശ് കൂടിയും ചേരുന്നു. നവമി, അല്പസമയത്തിനകം പ്രതികളെ പുറത്തിറക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ കണ്ണൂരിലേക്ക് കൊണ്ടുപോകുന്നു. ഇതോടൊപ്പം ഈ വിധിപ്പകർപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നല്ലോ. അതിനകത്ത് ഈ രാഷ്ട്രീയ കൊലപാതകത്തിന് നൽകുന്ന ഒരു താക്കീത് എന്ന രീതിയിലുള്ള ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ കേരളത്തിലെ ഈ അക്രമ രാഷ്ട്രീയത്തിനൊക്കെ ഒരു അറുതി വരുന്നുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം നമുക്കറിയാം, ഇതുപോലുള്ള പല കേസുകളിലും CPM മാത്രമല്ല മറ്റു പല രാഷ്ട്രീയ പാർട്ടികളും പ്രതികളായിട്ടുള്ള നിരവധി അക്രമ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ കേരളം കണ്ടിട്ടുള്ളതാണ്.
ഇതിലൂടെ, കാരണം നമുക്കറിയാം ഈ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിക്ക് കൊടി സുനിക്ക് പരോൾ നൽകുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നു. പാർട്ടി നേതൃത്വം തന്നെ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം, ഇതുകൊണ്ടൊക്കെ ഈ ആക്രമണത്തിന് അറുതു വരുന്നത് പ്രതീക്ഷിക്കാമെന്നാണ്. അങ്ങനെ പ്രതീക്ഷിക്കണം, അങ്ങനെ ഉണ്ടാവട്ടെ. ഈ ഓരോ വിധികളും വരുമ്പോഴും ഇത്തരത്തിലുള്ള അക്രമ രാഷ്ട്രീയത്തിന് ഒരു അറുതി വരട്ടെ എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ രാഷ്ട്രീയം, ഈ അക്രമം, അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു കുടുംബം, ഇപ്പോൾ ഈ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും എടുത്താൽ തന്നെ അവരുടെ അച്ഛനും അമ്മയും അവരുടെ ഈ ഒരു വിധിക്കൊക്കെ അപ്പുറത്തേക്ക് അവരുടെ ജീവിതം മുഴുവനുമുള്ള വേദനയാണ് അവരുടെ മക്കള്. അത്രയേറെ പ്രിയപ്പെട്ട 2 മക്കളെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അവരുടെ താങ്ങും തണലും സ്വപ്നവുമായിരുന്ന 2 പേരെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അതുപോലെ നിരവധി അച്ഛനമ്മമാർ ഇപ്പോഴും കരഞ്ഞും നിലവിളിച്ചും നിയമത്തിന് പിന്നിലും നിയമ പോരാട്ടത്തിലും ഒക്കെ ഇറങ്ങി നടക്കുന്നതാണ് നമുക്ക് മുന്നിലുള്ളത്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അക്രമ രാഷ്ട്രീയങ്ങൾ അത് അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ്. ഇത് രാഷ്ട്രീയത്തെ ആ രീതിയിൽ കാണാതെ ആയുധം കയ്യിലെടുക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം വരുന്നത്. ഒരു വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു നിമിഷത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയായിരിക്കും, പക്ഷേ പിന്നീട് ഒരു തീരാ ദുഃഖമായി, ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങളുടെ തീരാ ദുഃഖമായി മാറുന്നതാണ് ഈ കൃപേഷും ശരത്ലാലിനെയും പോലുള്ള നിരവധി മക്കൾ നമുക്ക് മുന്നിലും. ഈ കൊടിസുനിക്ക് പരോള് ലഭിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ, വിവാദങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ തന്നെ നമ്മൾ കണ്ടതാണ് കേട്ടോ, കൊടിസുനി മറ്റൊരു കേസിനുമായി ബന്ധപ്പെട്ട് കോടതിയിൽ എത്തുന്ന ഒരു സാഹചര്യം. അങ്ങനെ എത്രയോ കേസുകളിലെ പ്രതിയായിട്ടുള്ള കൊടിസുനിയെ പോലുള്ളവരൊക്കെ വീണ്ടും നമ്മുടെ സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് കുട പിടിക്കുന്ന, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് നമ്മുടെ സർക്കാരിന്റെയും അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോഴാണ് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും പോലുള്ള ചെറുപ്പക്കാരുടെ അച്ഛനും അമ്മയും ഒക്കെ നിലവിളിച്ച് കോടതിക്ക് മുന്നിൽ നിന്നുമൊക്കെ ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും ഈ പാർട്ടി നേതൃത്വം ഈ പ്രതികൾക്ക് സംരക്ഷണം നൽകുന്നു. ഇവിടെ തന്നെ ഇന്ന് എറണാകുളം ജില്ലാ സെക്രട്ടറി, CPM എറണാകുളം ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഞങ്ങൾ അവരെ തള്ളിപ്പറയില്ലെന്ന്. കാരണം ഇവർ കൊലയാളികളാണ് എന്ന് കോടതി കണ്ടെത്തിയതാണ്. ഈ കോടതി വിധിയെ പോലും അവർ അംഗീകരിക്കുക. അവർ പറയും ഞങ്ങൾ ഈ വിധി അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ മേൽക്കോടതിയെ പോകുമെന്ന് പറയുന്നു. അവർ ഞങ്ങളുടെ നേതാക്കളാണെന്ന് പറയുന്നു. ഏത് കൊലയാളിയാണേലും അവരെ സംരക്ഷിക്കുന്ന നിലപാട് ഈ രാഷ്ട്രീയ നേതൃത്വം സ്വീകരിക്കുന്ന ഒരു അവസ്ഥ, അതാണ് ഈ കേരളത്തെ വീണ്ടും കലാപഭൂമിയാക്കി മാറ്റുന്നത്. തീർച്ചയായും ഇതിൽ നമുക്കറിയാം, ഈ കേസിൽ മാത്രം നമുക്ക് എടുത്തു നോക്കിയാൽ സുപ്രീം കോടതിയിൽ വരെ സർക്കാർ കോടികൾ മുടക്കി CBI അന്വേഷണത്തെ എതിർത്തു പോകുന്ന സാഹചര്യം കണ്ടു. അപ്പോഴും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മാതാപിതാക്കൾ കരഞ്ഞും നിലവിളിച്ചും സർക്കാരിനോട് അപേക്ഷിച്ചും ഞങ്ങളുടെ കുട്ടികളെ കൊലപ്പെടുത്തിയ അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ വേണമെന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെയാണ് ഇരകൾക്കൊപ്പം അല്ലെങ്കിൽ അതിജീവിതകൾക്കൊപ്പം നിൽക്കേണ്ട ഒരു സർക്കാരാണ് ഇങ്ങനെ പ്രതികൾക്ക് വേണ്ടിയിട്ട്, ജനങ്ങളുടെ കാശ് മുടക്കി പ്രതികൾക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിലേക്ക് വരെ പോകുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുള്ളത്. എന്തായാലും CPM ഇതുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകുമെന്നതിൽ യാതൊരു സംശയമില്ല. ഇതിനോടകം തന്നെ അവർ അത് പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ് ഈ കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബവും അപ്പീലുമായി മേൽക്കോടതിയെ സമീപിക്കും. അവർക്ക് ഈ ഇരട്ട ജീവപര്യന്തത്തോട് അവർക്ക് ഒട്ടും യോജിപ്പില്ല. അവർക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നൊരാവശ്യമാണ് അവരും ഉന്നയിക്കുന്നത്. പ്രതിഭാഗം ഉടനീളം വാദിച്ചത് ഇതൊരു അപൂർവമായ കേസല്ല. പക്ഷെ കോടതി പറയുന്നത് ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ഭാഗമായി 2 ചെറുപ്പക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കോടതിയും പറയുന്നത്. പക്ഷേ ഈ പ്രതിഭാഗം പോലും ഇത്രയും അവസാന നിമിഷം വരെ ഈ പ്രതികൾക്ക് ശിക്ഷ ഇളവ് വേണമെന്ന രീതിയിലൊക്കെ വാദിക്കുകയും ചെയ്തു. പക്ഷേ സമയം, അതായത് ഇന്ന് രാവിലെ 11 മണിക്ക് ഈ കേസിൽ വിധി പ്രഖ്യാപിക്കുമെന്നായിരുന്നു നേരത്തെ കോടതി അറിയിച്ചിരുന്ന കാര്യം. പക്ഷെ അവസാന സമയം പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു. ഈ ശിക്ഷയിന്മേലൊരു വാദം ആവശ്യപ്പെടുന്നു, ശിക്ഷയിന്മേൽ ചില ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. അതായത് എനിക്ക് തോന്നുന്നു KV കുഞ്ഞിരാമനാണെന്ന് തോന്നുന്നു അല്ലെ, ഈ തനിക്ക് പ്രായം ചെന്ന അമ്മയുണ്ട്, അമ്മയെ നോക്കണമെന്ന് പറയുന്നു. മറ്റ് പ്രതികളൊക്കെ സമാനമായ രീതിയിലുള്ള ചില വാദങ്ങൾ ഉന്നയിച്ചിരുന്നുവല്ലോ. അത്തരമൊരു നീക്കം, ഒരു നാടകീയമായ നീക്കം ഉണ്ടായതിന് പിന്നിൽ എന്തായിരിക്കാം? രാവിലെ 11 മണിയോടുകൂടി തന്നെയാണ് ഈ പിരിയ കേസിന്റെ വിധി പ്രഖ്യാപിക്കുക എന്നതായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നീട് അവസാന നിമിഷം കോടതി തുടങ്ങുന്നതിന് മുൻപാണ് ഈ പ്രതിഭാഗം ഈ ശിക്ഷയിൽ മേലൊരു വാദം വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഇവർ പറയുന്നത് കുടുംബങ്ങളുടെ പ്രാരാബ്ദം. ഈ KV കുഞ്ഞിരാമന് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം കിടക്കുന്ന ഒരു അമ്മയുണ്ട്, ആ അമ്മയെ നോക്കണം, മറ്റ് പ്രാരാബ്ദങ്ങളുണ്ട്. അതേപോലെ ഈ കേസിലെ തന്നെ 15ാം പ്രതിയായിട്ടുള്ള വിഷ്ണു സുര 18ാം വയസ്സിൽ ജയിലിൽ കയറിയ വ്യക്തിയാണ്. ഇത്രയും നാളായിട്ട്
വർഷമായിട്ട് കുടുംബത്തെ ആരെയും കണ്ടില്ല, തനിക്ക് പട്ടാളക്കാരനാകണമെന്നാണ് ആഗ്രഹം, അതോടൊപ്പം തനിക്ക് ഡിഗ്രി പൂർത്തിയാക്കണം, ഇങ്ങനെയൊക്കെ ആവശ്യങ്ങൾ ഇവർ കോടതിയിൽ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തു. കോടതി എന്തായാലും ഇതെല്ലാം കേട്ടു. അതിൽ ഒരു പ്രതി പറഞ്ഞത് തനിക്ക് വധശിക്ഷ തന്നെ നൽകണം എന്ന് ചോദിച്ചു മേടിക്കുന്ന ഒരു പ്രതിയെ നമ്മൾ ഈ കോടതിയിൽ കണ്ടു. അങ്ങനെ പിന്നെ വളരെ കരഞ്ഞ് നിലവിളിച്ച് ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയപ്പോൾ കരഞ്ഞ് നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞ പ്രതികളെയും നമ്മൾ ഈ കോടതിയിൽ കണ്ടതാണ്. പക്ഷേ ഒരു നിമിഷത്തിൽ ഇതൊക്കെ ചെയ്തു കൂട്ടുമ്പോൾ ആലോചിക്കണമായിരുന്നു, കോടതിയുണ്ട്, നിയമങ്ങളുണ്ട്, ഇത്തരത്തിലുള്ള ശിക്ഷ വരുമെന്നും പ്രതികൾ അത്തരം ഒരു വധശിക്ഷ ഭയന്നിരുന്നു. കാരണം ഈ രീതിയിൽ നാം സൂചിപ്പിച്ചതുപോലെ ഏറെ വൈകാരികമായിട്ടുള്ള കാഴ്ച. പ്രതികൾ തന്നെ പൊട്ടിക്കരയുന്നു. അവർക്ക് അവസാന സമയം അവർ ആവശ്യപ്പെടും, അവർക്ക് ഒരു മനപരിവർത്തനത്തിനുള്ള ഒരു സമയം, ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കണമെന്ന് പറയുന്നു. ഒരു വധശിക്ഷ വിധിക്കുമെന്ന് അവർ ആശങ്കപ്പെട്ടിരുന്നു കാണുമോ? തീർച്ചയായും ഉണ്ടാവും. കാരണം ഇതിലെ ഈ KV കുഞ്ഞിരാമന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. കേസിലെ 20ാം പ്രതിയാണ്. ഒരിക്കൽ പോലും ഇതിൽ ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളല്ല. രണ്ടാമത്തെ പ്രതിയെ പുറത്തിറക്കി എന്നുള്ള, അതായത് പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ജീപ്പിൽ നിന്നും പുറത്തിറക്കി വലിച്ചു കൊണ്ടുപോയി രക്ഷപ്പെടാൻ സഹായിച്ചു എന്നതായിരുന്നു KV കുഞ്ഞിരാമനെതിരായിട്ടുള്ള ആരോപണം, എന്നതായിരുന്നു കുറ്റം CBI കണ്ടെത്തിയത്. അതിൽ പോലും വേണ്ട വിധത്തിൽ അല്ലെങ്കിൽ ഇത്ര ഒരു ശിക്ഷ ലഭിക്കുമെന്ന്, അല്ലെങ്കിൽ ഒരു 5 വർഷം തടവ് ലഭിക്കുമെന്ന് കുഞ്ഞിരാമനും ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം ജാമ്യത്തിൽ കൂടിയാണ്. അപ്പോൾ തീർച്ചയായും ഒരു ഇളവ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ KV കുഞ്ഞിരാമനെ പോലും ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു വിധി തന്നെയാണ് ആ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആ ജാമ്യം റദ്ദാക്കുകയും ചെയ്തു. ഉടനെ ജയിലിലേക്ക് പോകണം. മറ്റു പ്രതികളും ഈ 18ാം വയസ്സിലൊക്കെ ജയിലിൽ കയറിയ ഒരു പ്രതിയാണ് വിഷ്ണുവിന്റെ ഇനിയും ജീവിതം മുന്നോട്ട് ബാക്കിയുണ്ട്. ഇതിലൊക്കെ ഒരു നിമിഷത്തിൽ ഇത് ചെയ്തു പോകുമ്പോൾ, അല്ലെങ്കിൽ കൃപേഷിനും ശരത്ലാലും ഒക്കെ 21, 23 വയസ്സുള്ള 2 ചെറുപ്പക്കാരായിരുന്നു. അവർക്കും ഇതുപോലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടെന്ന് അന്ന് ഓർത്തിരുന്നെങ്കിൽ ഇന്ന് ഇവർക്ക് ഈ കോടതിയിൽ വന്നിരുന്ന് കരയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല കേട്ടോ. തീർച്ചയായും നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ചെറുപ്പക്കാരുടെ ജീവിതമാണ് രാഷ്ട്രീയ കൊലപാതകത്തിൽ, രാഷ്ട്രീയ വൈരാഗ്യത്തിൽ പൊലിഞ്ഞില്ലാതാകുന്നത്. അവിടെ പ്രതികൾ തങ്ങളുടെ പ്രായം പരിഗണിക്കണം, തങ്ങൾക്ക് കുടുംബമുണ്ട് എന്ന വൈകാരികമായിട്ടുള്ള പ്രതികരണം 2 ചെറുപ്പക്കാരുടെ ജീവിതം നശിപ്പിച്ച ശേഷം നടത്തുക, 2 കുടുംബങ്ങളെ അനാഥരാക്കിയ ശേഷം നടത്തുക, അതൊരു കാരണവശാലും കോടതി അത്തരമൊരു വിധി, അവരുടെ വാദങ്ങൾ അംഗീകരിച്ചില്ല. അതിനുശേഷമാണ് പ്രതികളുടെ വാദം കൂടി, അവരുടെ ഭാഗം കൂടി കേട്ട ശേഷമാണ് കോടതി വിധി പറഞ്ഞത്. KV ബൈജുവിലേക്ക് അവസാനമായി ഒരിക്കൽ കൂടി പോവുകയാണ്. ബൈജു, ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്കറിയാം, ഈ കേസിന്റെ തുടക്കത്തിൽ പോലീസ് അന്വേഷിക്കുന്നു, പിന്നീട് ക്രൈംബ്രാഞ്ച് വരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ആദ്യഘട്ടത്തിൽ തന്നെ പീതാംബരനെ, കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള പീതാംബരനെ അറസ്റ്റ് ചെയ്ത അന്നു മുതൽ CPM ഭയപ്പെട്ടതാണ് അവരിലേക്ക്, പ്രധാനപ്പെട്ട പല നേതാക്കളിലേക്കും ഈ കേസിന്റെ അന്വേഷണം എത്തുമെന്ന്. പിന്നീട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം മന്ദഗതിയിലാകുന്നു. കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്നു. പിന്നീടാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഒന്ന് ഉണർന്നത്. 14 പേരെ പ്രതികളാക്കുന്നു. അതിവേഗത്തിൽ തന്നെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു. അത്തരം പല നാടകീയമായ നീക്കങ്ങളും ഈ പ്രതികളെ സംരക്ഷിക്കുന്ന വേണ്ടിയുള്ള, കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള പല നീക്കങ്ങളും അവിടെ ഉണ്ടായി എന്ന് കോൺഗ്രസും ആരോപിച്ചതാണ്. ഈ CBI വന്ന ശേഷം ഇത്തരം തങ്ങൾക്ക് നീതി കിട്ടുമെന്ന് കുടുംബവും കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും അടിയുറച്ച് വിശ്വസിച്ചിരുന്നോ ബൈജു? തീർച്ചയായും ടോമെ, ആദ്യം ലോക്കൽ പോലീസ് കേസ് അന്വേഷിച്ചതിന് ശേഷം പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കും. അതിനുശേഷമാണ് ക്രൈംബ്രാഞ്ചിന് ഈ കേസ് വിടുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കുടുംബം വലിയ തോതിൽ അതൃപ്തിയുമായി രംഗത്ത് വന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം തെറ്റായ രീതിയിലാണ്, തെറ്റായ ദിശയിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന വലിയ ആരോപണവുമായി വന്നു. ഇതേ തുടർന്നാണ് പിന്നീട് CBI അന്വേഷണം എന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. പക്ഷേ അവിടെയും സർക്കാർ വലിയ പ്രതിരോധം ഇവർക്ക് സൃഷ്ടിച്ചു, CBI വരാതിരിക്കാൻ വേണ്ടി. CBI ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 14 പേരെ ഇത്തരത്തിൽ CBI പ്രതി ചേർത്ത് ആ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. പക്ഷേ ആ കുറ്റപത്രം റദ്ദ് ചെയ്യുന്ന ഒരു സാഹചര്യം ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായി. അതിനുശേഷം ഈ CBI അന്വേഷണത്തിന് വിടുകയായിരുന്നു. പിന്നീടാണ് റിവിഷൻ ഹർജി സർക്കാർ കൊടുക്കുന്നത്. അതിനുശേഷം ഡിവിഷൻ ബെഞ്ച് ഈ കുറ്റപത്രം നിലനിർത്തുകയും പിന്നീട് CBI അന്വേഷണത്തിന് ഉത്തരവിടുകയുമായിരുന്നു. അതാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ തിരിച്ചടി. പിന്നീട് CBI വന്നതിന് ശേഷം അത് വലിയ തോതിൽ ഈ നേതാക്കളെ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ചോദ്യം ചെയ്യലായി. ഏറ്റവും ഒടുവിൽ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ ഈ കേസിൽ പ്രതി ചേർക്കപ്പെടുന്നു. ഏതായാലും കുഞ്ഞിരാമനെ സൂചിപ്പിച്ചിടത്തോളം നേരത്തെ നവമി പറഞ്ഞതുപോലെ തന്നെ ഈ പ്രതിയെ പോലീസിൽ നിന്നും ബലമായി മോചിപ്പിച്ചെന്ന കുറ്റമാണ്. ഇതിൽ മണികണ്ഠൻ ഈ പ്രതികൾക്ക് ഒളിത്താവളം ഒരുക്കി എന്ന ഒരു കുറ്റമാണ് മണികണ്ഠനെതിരെ ഉള്ളത്. എന്തായാലും ഇവരൊന്നും ഇത്തരത്തിൽ 5 വർഷം ശിക്ഷ
ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു പക്ഷേ 2-3 വർഷത്തെ ശിക്ഷ എന്നായിരുന്നു അവർ കരുതിയതെങ്കിൽ അത് 5 വർഷത്തെ ശിക്ഷ CBI കോടതി നൽകി എന്നതാണ് ഇതിൽ CPM-നേറ്റ ഏറ്റവും വലിയ പ്രഹരം എന്ന് പറയേണ്ടി വരും. ഏതായാലും പീതാംബരൻ ഉൾപ്പെടെ ആദ്യത്തെ പ്രതികളെയൊക്കെ CPM തുടക്കത്തിൽ തന്നെ തള്ളിപ്പറഞ്ഞതാണ്. കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഒരു പക്ഷേ സർക്കാർ പലപ്പോഴും ആദ്യഘട്ടത്തിൽ ശ്രമിച്ചതുമാണ്. ഇതിനായി ഞാനിപ്പോഴും ഓർക്കുന്നു, ആ സമയത്ത് ഈ മന്ത്രിയായിരുന്ന ചന്ദ്രശേഖരൻ സർക്കാരിന്റെ പ്രതിനിധിയായി ഇവരുടെ കൃപേഷിനെയും ശരത്ലാലിനെയും വീട്ടിലേക്ക് എത്തിയിരുന്നു. അത്തരം ഒരു സാഹചര്യമൊക്കെ ഇത് തുടക്കകാലത്തുണ്ടായിരുന്നു. പിന്നീട് ഇത് നേതാക്കളാണ് ഈ സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം ഈ കുടുംബം ശക്തമായി ഉന്നയിച്ചതോടുകൂടിയാണ് ഇത് 2 തട്ടിലേക്ക് CPM-ഉം അതുപോലെ തന്നെ ഈ കുടുംബവുമായി അകലുന്നത്. പിന്നീട് ഇവർ തമ്മിൽ വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് വലിയ അകൽച്ചയിലേക്ക് പോവുകയും പിന്നീട് നേതാക്കൾ തന്നെയാണെന്ന് ഇതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയത് ഉന്നത ഗൂഢാലോചന തന്നെയെന്ന് കുടുംബം ഉറച്ച് പറഞ്ഞതോടുകൂടിയാണ് സർക്കാരും വലിയ പ്രതിരോധത്തിലായത്. CPM-നെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലായത്. ഏതായാലും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ് ഈ കല്യോട്ട് എന്ന് പറയുന്ന സ്ഥലം. അതിന് തൊട്ടടുത്ത് ഏച്ചിലടുക്കം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളുള്ളത്. ഇവിടെയൊക്കെ വലിയ തോതിൽ അക്രമം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ തോതിൽ സംഘർഷവും നീണ്ട വർഷങ്ങളോളം വലിയ സംഘർഷ ഭൂമിക തന്നെയായിരുന്നു ഈ കല്യോട്ടും പരിസര പ്രദേശങ്ങളും. എന്തായാലും രാജ്മോഹൻ ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ ഒരു വലിയ ഘടകവും ഈ തീർച്ചയായും ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ഏറെ വൈകാരികമായിട്ടുള്ള കാഴ്ചയായിരുന്നു ഇന്ന് പെരിയയിൽ കണ്ടത്. കാരണം ഇപ്പോഴും കേരളത്തിന് ആ രാഷ്ട്രീയ കൊലപാതകം മറക്കാൻ കഴിയില്ല. ആ 2 ചെറുപ്പക്കാരുടെ, കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മുഖം നമ്മുടെ മനസ്സിലൊക്കെ എന്നും ഉണ്ടാകും. ഇത് പെരിയ ഇരട്ടക്കൊലപാതക കേസിന്റെ ഒരു അവശേഷിപ്പാണ്. ഈ വാഹനത്തിലെത്തിയാണ് ഈ പ്രതികൾ, CPM പ്രവർത്തകർ ഉൾപ്പെടുന്ന 8-അംഗ സംഘം എത്തി ക്രൂരമായ കൊലപാതകം നടത്തിയത്. ഈ വാഹനത്തിൽ നിന്നാണ് ഇവർ പോലീസ് ഈ തെളിവുകൾ, ഈ മുഖ്യ പ്രധാനപ്പെട്ട തെളിവായിട്ടുള്ള ആയുധങ്ങൾ പിടിച്ചെടുത്തത്. ഇപ്പോഴും ആ കേസുമായി ബന്ധപ്പെട്ട 2 ബൈക്കും ഒരു വാഹനവും ഒരു കാറും ഈ CBI കോടതിക്ക് മുൻപാകെയുണ്ട്. ഒരു പക്ഷേ നാളെ ഇതൊക്കെ തുരുമ്പെടുത്ത് ദ്രവിച്ചാലും നമ്മുടെയൊക്കെ മനസ്സിൽ ഈ രാഷ്ട്രീയ കൊലപാതകം, ഈ 2 ചെറുപ്പക്കാരുടെ മുഖം എന്നും നിലനിൽക്കും. ഈ ഒരു പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ വിധി കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ്. ഇനിയൊരു രാഷ്ട്രീയ കൊലപാതകവും ഈ മണ്ണിൽ ഉണ്ടാകാൻ പാടില്ലെന്ന മുന്നറിയിപ്പാണ്.